ഷാർജയെ കൊല്ലം സ്വദേശിയായ അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനി സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ്. അതുല്യയുടെ മരണത്തിന് പിന്നാലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായി കമ്പനി രേഖാമൂലം അറിയിക്കുകയായിരുന്നു. 1 വർഷം മുമ്പാണ് ഇയാൾ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയും പുറത്തുവന്ന സതീഷിന്റെ ആക്രമണാസക്തമായ വീഡിയോകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്പനി അറിയിച്ചു. അതേസമയം കേരളത്തിൽ അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ കഴിഞ്ഞ ദിവസം ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സതീഷിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനാണ് തീരുമാനം. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സതീഷിന്റെ പാസ്പോർട്ട് ഷാർജ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നാണ് വിവരം. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഇരിക്കുകയായിരുന്നുവെന്നും അതുല്യയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. സതീഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വന്തം വിവാഹത്തിന് പോലും മദ്യപിച്ചതിന് ശേഷമാണ് എത്തിയതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതുല്യയുടെ പിതാവ് എസ് രാജശേഖരൻ പിള്ള. തേവലക്കര കോയിവിള സ്വദേശി ടി അതുല്യ ഇഷ്ടമാണെന്ന് ശാസ്താംകോട്ട മാനക്കര സ്വദേശി സതീഷ് ശങ്കർ ബന്ധുക്കളോട് പറയുകയായിരുന്നു. അതുല്യക്ക് അന്ന് 17 വയസ്സായിരുന്നു പ്രായം. അതുല്യ ഇഷ്ടമാണെന്ന് എൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ ഭാര്യയോട് സതീഷ് പറഞ്ഞു. സതീഷിന്റെ അമ്മ വന്ന് വിവാഹം ആലോചിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ സതീഷിന്റെ സ്വഭാവത്തിലെ പ്രശ്നം മനസ്സിലായി. വിവാഹത്തിന് മദ്യപിച്ചാണ് വന്നത്. വിവാഹ പാർട്ടിയുടെ വാഹനം വരാൻ വൈകി. സതീഷിന്റെ മുഖം കണ്ടപ്പോൾ മദ്യപിച്ചെന്ന് മനസ്സിലായി. വിവാഹത്തുനിന്ന് പിന്മാറിയ കിണറ്റി ചാടി മരിക്കുമെന്ന് സതീഷിന്റെ അമ്മ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരുന്നതായി അതുല്യയുടെ അച്ഛൻ പറഞ്ഞു. ഇന്ന് പുതിയ ജോലി പ്രവേശിക്കാൻ പുതിയ വസ്ത്രങ്ങളെല്ലാം വാങ്ങിയിരിക്കുകയായിരുന്നു മകൾ. അങ്ങനെ ഒരാൾ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു? മകളെ അവളുടെ ഭർത്താവ് കൊന്നതാണ്. എല്ലാത്തിനും അവളിൽ സംശയമായിരുന്നു. സതീഷ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് വരെ റൂമിൽ മകളെ പൂട്ടിയിട്ടതിന് ശേഷമാണ് മദ്യപിച്ചെത്തി ഉപദ്രവിക്കുമായിരുന്നു. വിവാഹമോചനത്തിനായി ഒരിക്കൽ കോടതി വരെ എത്തിയിട്ടുണ്ട്. പിന്നീട് സതീഷ് തന്നെയാണ് കരഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ് വീണ്ടും മകളെ കൂട്ടിക്കൊണ്ടുപോയത്. അതിങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. 2014 ഇവരുടെ വിവാഹം. 43 പവൻ സ്വർണവും ബൈക്കും ശ്രീധനം വാങ്ങിയാണ് മകളെ വിവാഹം കഴിച്ചത്. എന്നിട്ടും അത് പോരാ എന്ന് പറഞ്ഞ് നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്നു. പിറന്നാൾ ദിനത്തിൽ മകളുടെ വിയോഗ വാർത്ത അറിഞ്ഞ് വിറങ്ങളിച്ച് കോയിവിളയിലെ അതുല്യ ഭവനം. മകൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇളയ മകളുടെ വിളി എത്തുന്നത്. തലേന്ന് രാത്രി മകൾ ആരാധ്യയോടും മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയോടും തുളസിബായിയോടും അതുല്യ ഫോണിൽ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ശനി രാവിലെ അതുല്യയുടെ മകൾ ആരാധ്യ സ്കൂളിൽ പോയ ശേഷമാണ് വീട്ടിലേക്ക് മരണവാർത്ത എത്തുന്നത്. വൈകിട്ട് തിരികെ എത്തിയ ആരാധ്യ അമ്മയുടെ വേർപാട് അറിയിക്കാതെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ അമ്മ മരിച്ച വിവരം മകളെ അറിയിച്ചിട്ടില്ല. കുഞ്ഞുനാൾ മുതൽ അതുല്യയോട് കാട്ടുന്ന ക്രൂരതകൾ കണ്ടിട്ടുള്ളതിനാൽ പിതാവ് സതീഷിന് എന്നും ആരാധ്യയ്ക്ക് ഭയമായിരുന്നു. അതുല്യ വിദേശത്ത് എത്തിയതിന് പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും പോകാൻ അവളെ സതീഷ് അനുവദിച്ചിരുന്നില്ല. നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ തന്നെ പരസ്പരം സംസാരിച്ചെല്ലാം ശരിയാക്കുകയായിരുന്നു. മാധവ് സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗുണ്ട്. എന്തിനാടാ കൊല്ലുന്നേ, നമ്മൾ ഗുണ്ടകളല്ല എന്നൊക്കെ പറയും. അതുപോലെ ഇവനൊക്കെ എന്തിനാണ് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നത്? ഇവനൊക്കെ തല്ലാനും കൊല്ലാനുമാണോ പെണ്ണ് കിട്ടുന്നത്? എത്ര പെൺപിള്ളേരാണ് കയ്യിലിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് എന്താ പറയാ ഈ മണ്ണിന്റെ അടിയിലേക്ക് പോയിരിക്കുന്നത്. എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് മരണത്തിലേക്ക് വിട്ടിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു ഇവന്മാരെയൊക്കെ? ഭയങ്കര സങ്കടം തോന്നുന്ന വാർത്തകൾ. പെൺപിള്ളേർ ഇങ്ങനെ ചണ്ണകളായിട്ട് അവനെയൊക്കെ കളഞ്ഞിട്ട് വരികയാണ് വേണ്ട. അവന്റെ മൊട്ടത്തല നോക്കി നല്ല പൊട്ടീര് കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ എവിടെയെങ്കിലും കെട്ടിത്തൂങ്ങി ചാകുമല്ല വേണ്ടത്. ഇതൊക്കെ എന്താണ് പെണ്ണുങ്ങൾ ഇങ്ങനെ? ഇത് ഭയങ്കര എന്താ പറയുക സങ്കടകരമായ വാർത്തകളാണ്.